അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നല്ലേ. അപ്പം ചോറ് വെക്കാത്ത വേറൊന്നും കൊണ്ടല്ല, വിറകില്ലായിരുന്നു കേട്ടോ. എനിക്ക് വിറകടുപ്പിൽ തന്നെ ചോറ് വെക്കണം. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ചോറാണ് വെച്ച് വെക്കുന്നത്. കുറച്ച് മതിയല്ലോ, 2 ഗ്ലാസ് അരി ഇട്ട് ഞങ്ങൾക്ക് എന്തുപോലും 2 ദിവസത്തേക്ക് എടുക്കാൻ കാണും. ഞാൻ ചോറ് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെക്കും ബാക്കി. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് കൂടെ എടുക്കാമല്ലോ. അപ്പോൾ ഇന്നലെ എന്തെങ്കിലും ചോറ് വെച്ചില്ല വിറകില്ലാത്തതുകൊണ്ട്. പിന്നെ വിറകില്ലാത്തതുകൊണ്ട് ചോറ് വെക്കാൻ ഞാൻ ഉഷാമ അറിഞ്ഞ് ഇന്ന് വിറക് എനിക്ക് വെട്ടിക്കറിക്കൊണ്ട് തന്നായിരുന്നു കേട്ടോ. വാവേ ഉറങ്ങുന്നു. വാവേ അത് 2-3 ദിവസം കൊണ്ട് അവന് ഊഞ്ഞാലാടണമെന്നൊരാഗ്രഹം. അപ്പോൾ അവൻ്റെ പഴയ തൊട്ടിലിൻ്റെ മറ്റേ ഇതൊക്കെയാണ്. അത് വെച്ച് ഞാൻ ഒരു സാരി ഉഷാമയുടെ മേടിച്ചിട്ട് ഒരു തൊട്ടിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്തു. അതിങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഒരുങ്ങി ഇതിനിടയ്ക്ക് ഞാൻ പോകുന്നു, അരിയടുപ്പേ കിടക്കുവാണ്. ഇതിനിടയ്ക്ക് ഞാൻ പോകുന്നത് വേറൊന്നിനുമല്ല, ഒരു സാധനം മേടിക്കാനാണ്, ഉണക്കമീൻ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി ഞാൻ പോകുന്നത്. മുഖത്ത് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് എന്നാലും ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാറുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ പോവാം കേട്ടോ, പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ. ഫോൺ എടുത്തില്ല, ഫോൺ ഞാൻ പിള്ളേരെ തന്നെ കൊടുത്തിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി യൂട്യൂബ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫോൺ കൊണ്ടുപോകുന്നെങ്കിൽ പിന്നെ അവർ യൂട്യൂബ് കാണാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ അങ്ങ് വെച്ചിട്ട് പോയി. അപ്പം പിള്ളേർ മേളിൽ കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുക ഇറങ്ങിപ്പോവും, അങ്ങോട്ടൊന്നും പോകണ്ട, പെരക്കകത്ത് പോയിരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവായിരുന്നേ. അങ്ങനെ പോയിട്ട് പൊന്നുമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം പോയിട്ട് വന്നു, അങ്ങനെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഒരു ഉണക്കമീൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ എനിക്കിതിൻ്റെ ഇങ്ങനെ ഈ ഒരു ഇതില്ലേ വണ്ടിയുടെ കവർ, ഇത് ഇടണം, പോകാൻ നേരം ഇടണം, വരാൻ നേരം ഇടണം. ഇത് മടിച്ചിട്ട് എനിക്ക് ഇവിടെ പോകാൻ തന്നെ മടിയാണ്. നല്ല വെയിലല്ലേ, അതുകൊണ്ട് ആ കവർ ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ എൻ്റെ 3 പേർക്കും കൂടെ മിൽക്കി ബാർ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ സ്ട്രോബെറി ഫ്ലേവറിൻ്റെ. അപ്പം 3 പേർക്കും കൊടുത്തങ്ങനെ. അപ്പോൾ എവിടെ പോയാലും ഈ ഒരു മുട്ടായി നിർബന്ധം കേട്ടോ 3 പേർക്കും. അപ്പോൾ ഞാൻ അങ്ങനെ മുട്ടായി കൊണ്ട് കൊടുത്തു. പിന്നെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിയുടെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അത് വാഷ് ചെയ്ത് ഞാൻ അവിടെ കൊടുക്കുക. നല്ല വെയിലുണ്ടല്ലോ, കൊണ്ട് വിരിച്ചിടാൻ പറഞ്ഞ് അവിടെ കൊടുത്തു വിടുവാന്നേ പൊന്നുൻ്റെ കയ്യിലെ. അത്രയ്ക്ക് ആളായോ നീ? മുതുക്കിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് രമണി അമ്മ കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേച്ചിയായത് കേട്ടോ. അപ്പോൾ എനിക്ക് വിറകില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി പറക്കൊണ്ട് കൊണ്ട് തന്ന വിറകാണ് ഇത്. ഇത് രാവിലെ ഉഷാമ്മ എനിക്ക് കൊണ്ട് തന്ന വിറക്. അപ്പം പൊന്നുമോൻ 2 ഓറഞ്ചൊക്കെ കൊണ്ട് കൊടുക്കുവാണ് രമണി അമ്മയ്ക്ക്. അപ്പോൾ ഇനി ഞാൻ കറി വയ്ക്കാൻ പോകുമായിരുന്നേ. ഉണക്കമീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് ഞാൻ 5-6 ഉണക്കമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചുട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. അപ്പം ഇത് ഞാൻ ഗ്യാസേ വെച്ച് ചുടാൻ ഞാൻ നോക്കിയേ. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ റെസിപ്പിയല്ല, ഞാൻ തമിഴ്നാട് റെസിപ്പിയാണ് അത് കേട്ടോ. എന്തുവാ അതിന് പറയുന്നത്, കറുവാട്ടുകുളമ്പ്. അപ്പോൾ ഞാൻ തമിഴ്നാട് റെസിപ്പി ഒരു കേറ്ററിംഗ് നടത്തുന്ന ഒരു പുള്ളി, ദീനാസ് കിച്ചൻ നിങ്ങൾ കാണാറുണ്ടോ? ദീനാസ് കിച്ചണിനകത്ത് ഒരു കേറ്ററിംഗ് നടത്തുന്ന ഒരു പുള്ളി ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആയതേ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഗ്യാസ് വെച്ച് ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ അത് ഗ്യാസ് വെക്കുന്ന ആ ഉപ്പിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗ്യാസ് അങ്ങ് മഞ്ഞ കളറായി. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ പിന്നെ അടുപ്പിനകത്തോട്ട് അങ്ങ് ചുട്ടെടുത്തേ. അങ്ങനെ ഒരു കുറച്ച് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. ചുടുമ്പം തന്നെ അത് നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ, നമ്മൾ കഴുകാൻ നേരവേ. അപ്പം അങ്ങനെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സാധാരണ മീൻ കറി വയ്ക്കുന്ന ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അവർ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തു. അതിന് മെയിനായിട്ടും വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന എന്തുവായിരുന്നു, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയും. ഇത് ഓരോന്നോരോന്നായിട്ട് അവരിടുന്നത്. ഞാൻ പക്ഷേ ഓരോന്നോരോന്നായിട്ടിടാൻ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തോടെ അതിനകത്തോട്ടങ്ങ് തട്ടിയേ. എന്നിട്ട് ഞാൻ നന്നായിട്ട് വഴട്ടി ഇതെടുക്കണം കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഇതിനായിട്ട് അരപ്പിനായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങയും പിന്നെ ജീരകം അവർ ചേർക്കുന്നുണ്ട്. എനിക്ക് ജീരകത്തിന് സ്മെല്ല് മീൻ കറിക്കകത്ത് കൊള്ളാവും എനിക്കറിയില്ല. എന്തെങ്കിലും അവർ ചേർക്കുന്നതുകൊണ്ട് ആ ഫ്ലേവർ കിട്ടാനായി ചേർക്കണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് അരപ്പാക്കി വെച്ച് കേട്ടോ.
എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കോവയ്ക്ക മെഴുക്കൂട്ടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൊന്നുമ്മൻ്റെ ഫേവറേറ്റ്. എന്നിട്ട് തക്കാളി അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നു കേട്ടോ. അതിനകത്തോട്ട് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം കുറച്ച് പുളിവെള്ളമാണ്, ഒരു നാരങ്ങ സൈസിൽ പുളിവെള്ളം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് നന്നായിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചാലേ ആ പുളിയുടെ ആ ഒരു പച്ച ഇതെല്ലാം പോകത്തുള്ളൂ. അങ്ങനെ ആ പുളിയുടെ ഇതെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഞാൻ അരപ്പൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരപ്പൊഴിച്ച് കൊടുത്തു. അതും തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ച് ഉണക്കമീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അടുപ്പിലോട്ട് വെച്ചു, അതിന് നന്നായിട്ട് പറ്റണം. ആ ഒരു സമയം കൊണ്ട് ഞാൻ മണിക്കുട്ടനെയും പൊന്നുമനെയും കുളിപ്പിച്ചു കേട്ടോ. പൊന്നുമൻ തന്നെ കുളിച്ചോളും, മണിക്കുട്ടനെ കുളിപ്പിച്ച് ഒരുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്തിനും പ്രത്യേകിച്ചൊന്നുമില്ല, ഇനിയും ഊണ് കഴിക്കാൻ അത്രേ ഉള്ളൂ. അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് ഉഷാമയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെക്കുന്ന ഒരു ടേസ്റ്റേ അല്ല, ഇവരുടെ ഇതിന് ഒരു പ്രത്യേക ജീരകമൊക്കെ അരയ്ക്കുന്നതുകൊണ്ടായിരിക്കും നല്ല രുചി ഉണ്ടായിരുന്നേ. ഒരു പ്രത്യേക ഉണക്കമീൻ ചുട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ആ ഉണക്കമീൻ്റെ. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഇങ്ങനെ ഉണക്കമീൻ കറി വെച്ച് കഴിക്കാനായിട്ട് കൊതി വന്ന് വെച്ച ധനുഷിൻ്റെ ഒരു സിനിമയില്ലേ, പുതിയ സിനിമ, അനിക രവീന്ദ്രൻ AD എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുള്ള, അതിനകത്ത് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഒരു കറിയെ പറ്റി. അങ്ങനെ ഞാൻ ദീനാസ് കിച്ചണിനകത്ത് കണ്ടിട്ട് ചെയ്തേ കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇപ്പം സമയം 4:30 കഴിഞ്ഞായിരുന്നു. അപ്പം പൊന്നുവിനെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ നടക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരെ, അതുവരെ എല്ലാവർക്കും ബൈ.